ജോസഫ്, വാട്ട് ഡു യു തിങ്ക്? സർ, ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഐ തിങ്ക് കില്ലർ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഈ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ഡീറ്റെയിലിംഗ് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് സർ. എന്തത്? സർ, ഈ ഏരിയയിൽ നിന്ന് നമുക്കൊരു ഫുട് പ്രിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു 10-25 ഫുട് പ്രിൻറ്റ്സോളം ഉണ്ട്. ബട്ട് ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. എനിക്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പതിഞ്ഞതും ആ ഷൂ പ്രിൻ്റാണ്. ആൻഡ് ഇറ്റ് ലുക്സ് ഡിഫറെൻറ്റ്. അതൊരു റണ്ണിങ് ഷൂസ് ടൈപ്പ് പാറ്റേൺ ആണ്. ആൻഡ് അതേ പാറ്റേണിൽ നമുക്ക് മഡ് സാമ്പിൾസ് കിട്ടിയിട്ടുണ്ട്. അത് ഓൾസോ വെരി ഡിഫറെൻറ്റ്. കാരണം ഇവിടുത്തെ ടൈപ്പ് ഓഫ് സോയിൽ അല്ല ഈ കാട്ടിലൊക്കെ കാണുന്ന ഒരു തരം ഡാർക്ക് കളർ മഡ്. ആൻഡ് ദ സെയിം മഡ് സാമ്പിൾസ് നമുക്ക് ബോഡിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഈ ക്രൈം നടന്നത് വേറെ സ്ഥലത്ത് വെച്ചാവാം. ആൻഡ് ദെൻ ഹി മസ്റ്റ് ഹവ് പ്ലേസ്ഡ് ഇറ്റ് ഹിയർ. ബോഡിയിൽ സ്ട്രഗിൾ നടന്ന ലക്ഷണങ്ങളുണ്ട്. പിന്നെ ഇത്ര ഒരു അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് ബോഡി പ്ലേസ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് സാറ് കൊടുത്ത ഈ ബോഗിമാൻ എന്നുള്ള പേരും അതിൻ്റെ ഫെയിമൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു കില്ലറായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇത്ര ഹൈറ്റിലൊക്കെ ഈ ഡെഡ് ബോഡി തൂക്കിയിടണമെങ്കിൽ ദ കില്ലർ ഇസ് ഫിറ്റ്. സർ, ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഐ തിങ്ക് സാറ് കൊടുത്ത ഈ ബോഗിമാൻ എന്നുള്ള പേരും അതിൻ്റെ ഫെയിമൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു കില്ലറായിട്ടാണ് തോന്നുന്നത്. ഇത്ര ഹൈറ്റിലൊക്കെ ഈ ഡെഡ് ബോഡി തൂക്കിയിടണമെങ്കിൽ ദ കില്ലർ ഇസ് അതൊരു റണ്ണിങ് ഷൂസ് ടൈപ്പ് പാറ്റേൺ. കില്ലർ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. മുൻപ് ഒരുപാട് തവണ ഞാൻ ഈ ഗ്രാമത്തിൽ വന്നു. ആൻഡ് ദെൻ ഹി മസ്റ്റ് ഹവ് പ്ലേസ്ഡ് ഇറ്റ് ഹിയർ. ഇത്രയും പോരാ, ഇതെല്ലാം സാഹചര്യ തെളിവുകൾ മാത്രമാണ്. അയാളിലേക്ക് മാത്രം വിരൽ ചൂണ്ടി നിന്നെങ്കിലും വേണം.